10 മാസം പ്രായമുള്ള കഫീർ, 4 വയസ്സുള്ള അവന്റെ സഹോദരൻ ഏരിയൽ, അവരുടെ അമ്മ ഷിരി എന്നിവരും കുടുംബനാഥൻ യാർഡനും ഉൾപ്പെടുന്ന ബിബാസ് കുടുംബത്തെ ഒക്ടോബർ 7-ന് നടന്ന കിരാത ആക്രമണത്തിലാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. 2 കുട്ടികളെയും കരവലയത്തിൽ ചേർത്ത് പിടിച്ച് കരയുന്ന അമ്മ ഷിരിയെ കുട്ടികളോടൊപ്പം അവരുടെ വീടുകളിൽ നിന്ന് ഹമാസ് വലിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും ഞെട്ടിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. ഇസ്രായേൽ ഹമാസ് താൽക്കാലിക യുദ്ധവിരാമ കരാറിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്നും കൊണ്ടുപോയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദിയായ കഫീറിനെയും കുടുംബത്തെയും ബുധനാഴ്ച വിട്ടയക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ബുധനാഴ്ച വിട്ടയക്കാൻ നിശ്ചയിച്ചവരുടെ പട്ടികയിലും കഫീറിനെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് ലോകമെങ്ങും നിന്ന് കുഞ്ഞു കഫീറിനെ മോചിപ്പിക്കാൻ ശക്തമായ ആവശ്യമാണ് ഉയരുന്നത്. എന്നാൽ കുട്ടികളും അവരുടെ അമ്മയും നിലവിൽ ഹമാസിന്റെ കൈകളിലാണ് ഉള്ളതെന്ന് IDF കരുതുന്നില്ലെന്ന് IDF മുഖ്യ വക്താവ് ഡാനിയൽ ഹഗാരി ആഴ്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. മറ്റൊരു ജിഹാദി ഗ്രൂപ്പായ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന് ഇവരെ കൈമാറിയതായും അനുമാനിക്കപ്പെടുന്നുണ്ട്. അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കഫീറും അമ്മ ഷിറിയും സഹോദരൻ ഏരിയലും കൊല്ലപ്പെട്ടതായി തെളിവുകൾ ഇല്ലാത്ത അവകാശവാദവുമായി ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഹമാസിന്റെ അവകാശവാദം പരിശോധിച്ചു വരികയാണെന്നും ബന്ദികളാക്കി കൊണ്ടുപോയവരുടെ സുരക്ഷയ്ക്ക് ഹമാസിനാണ് പൂർണ്ണ ഉത്തരവാദിത്വമെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു.